ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ശിവണേ എന്നൊക്കെ വിളിക്കുന്നുണ്ട് ഒരാൾ ഇവിടെ കിടന്നിട്ട്. സോ ഇന്നൊരു സൺഡേ ആണ് ഗായ്സ്, അല്ല ഇന്നൊരു സാറ്റർഡേ ആണ് ഗായ്സ്. ഇന്നൊരു സാറ്റർഡേ ആണ്. ഞങ്ങളിവിടെ തിന്നിട്ട് രാവിലെ നീറ്റു പല്ലേച്ചു, പിന്നെ പൂരി തിന്നു ആൻഡ് കുറുമ. ഞമ്മ വീണ്ടും ഉറങ്ങാൻ പോകും ഗായ്സ്. തടിച്ചില്ലേ ഗായ്സ്? തടിച്ചു. സൺ ടാൻ അല്ല, സൂര്യാഘാതം എല്ലാം ഒന്ന് തന്നെ. സാധനം തട്ടി എൻ്റെ ഇവിടെ വെള്ളപ്പാടിനൊക്കെ വരുന്നു. പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലാത്തൊരു വ്ളോഗാണ്. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പോലെ എനിക്കറിയില്ല. ഞരമ്പൊക്കെ കാണുന്നു നെറ്റിയിൽ. ബാക്കിൽ നിങ്ങൾ ശബ്ദം കേൾക്കും, അതൊക്കെ തള്ളിക്കളയാം. ഇവിടെ ഒന്നുമില്ല ഗായ്സ്. ഞായറാഴ്ച ഞങ്ങളല്ല, എന്ത് ഞായറാഴ്ച പറയണ ഞാൻ. ശനിയാഴ്ച ഇവിടെ ഒന്നുമില്ല. നമ്മളിങ്ങനെ മാനത്തോക്കി ഇരിക്കുക. ബോയ്സിനെയൊക്കെ പുറത്തേക്ക് വിടും. ഇത് വളരെ മോശമാണ്. ഗേൾസിനെ പുറത്തേക്ക് വിടില്ല. വാട്ട് ഇസ് ദിസ്? കെയറിങ് ആണെന്നാണ് പറയുന്നത് ശ്രീഷ്മ. ഒക്കെ കുഴപ്പമില്ലാത്രേ. കുഴപ്പമുണ്ട്. അത് മാത്രമല്ല ഗൈസ്, ഇവിടെ നിന്ന് നമ്മൾ ഒന്ന് ആലുവയ്ക്ക് തന്നെ ഒരു 1 hour എടുക്കും. പിന്നെ ഇവിടുത്തെ ടൈമിംഗ് എന്ന് പറഞ്ഞാൽ 10 to 6 ഞായറാഴ്ച ആ സമയത്തിനുള്ളിൽ നമുക്ക് പോയി വരാം. അതും വീട്ടിൽ നിന്ന് വിളിച്ചാൽ മാത്രം. ഇതൊക്കെയാണ് ഇവിടുത്തെ ശനി ഞായർ വിശേഷങ്ങൾ. വേറെന്താ? എന്തപ്പോ ഞാൻ കാണിക്കുക? എന്തിനാ ഞാൻ ഈ വീഡിയോ എടുത്ത്? ശരിക്കും വയ്യ ഗൈസ്. ഞങ്ങൾ ഇപ്പോഴത്തെ കുറച്ച് ദിവസത്തെ ഞങ്ങളുടെ പണി എന്ന് പറഞ്ഞാൽ രാവിലെ ഒരു 8 മണിക്ക് 7 മണിക്ക് നിൽക്കുക, കുളിക്കുക, നനയ്ക്കുക, തിന്നുക, കോളേജിൽ പോവുക, അവിടെ ഇങ്ങനെ വെട്ടിക്കുത്തിയ തറയെ പോലെ ഇരിക്കുക, കുറേ എന്തൊക്കെയോ പഠിക്കുക. അതാണ് പറയണേ. പഠിക്കുന്നുണ്ട്, ചോദ്യം ചോദിക്കുന്നുണ്ട്, എഴുതുന്നുണ്ട്, പിന്നെ ഇങ്ങോട്ടേക്ക് വരും, കുളിക്കും, നനയ്ക്കും, പിന്നെ ഇത് തന്നെ ഒരു ലൂപ്പിൽ പെട്ട പോലെയായി ജീവിതം ഗൈസ്. വാട്ട് ഇസ് ദിസ്? നിങ്ങളുടെ എല്ലാവരുടെയും അങ്ങനെയാണോ? ഞങ്ങളുടെ അങ്ങനെയാണ്. കഴിഞ്ഞ കുറച്ചൊരു ആഴ്ചയായിട്ട്. അതുവരെ വീട്ടിൽ പിന്നെ വെറുതെ കിടക്കുക, തിന്നുക, ഫോൺ തോണ്ടുക. ഇപ്പം അതിൻ്റെ ഇടയിൽ കൂടെ ഇച്ചിരി പഠിക്കാനുണ്ട്, ഒന്നങ്ങോട്ട് പോകണം. എന്ത് ഇതൊക്കെയാണ്. അപ്പം ഞാൻ ഈ വ്ളോഗ് ഇടണോന്ന് എനിക്കറിയില്ല. എന്നാൽ ബാക്കി ദിവസങ്ങളിൽ അല്ല, ഇന്നത്തെ ബാക്കിയിൽ എന്തെങ്കിലും നല്ലതൊക്കെ സംഭവിക്കുകയാണെങ്കിൽ ഞാൻ അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യും. അല്ലെങ്കിൽ ചെയ്യില്ല. അത്ര ഉള്ളൂ. കേൾക്കുന്നില്ല. ഓക്കെ, അപ്പം അങ്ങനെയൊക്കെ ശരി. അപ്പം ശരി. റീസ പ്ലാൻ ചെയ്ത് മുഖം കാണിക്കേണ്ടി വരും ഗൈസ്. ഞങ്ങൾ ഓൾറെഡി ഒരു ക്ലിപ്പ് എടുത്തിട്ട് അവളുടെ മുഖം കാണിക്കേണ്ട 2ാമത്തെ ക്ലിപ്പ് എടുക്കുകയാണ്. ഇത് റേസേൻ്റെ ആർട്ടാണ് ഗൈസ്. നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ട പ്ലീസ് ഡു കമൻറ്റ് ബിലോ. നല്ല രസമല്ലേ? വഞ്ചി ഇത്രേ ഉള്ളൂ. നല്ലത് മാത്രമേ അവള് കാണിക്കുള്ളൂ. അവൾക്കൊരു ആർട്ട് പേജ് ഒക്കെ ഉണ്ട്, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, എല്ലാരും പോയി നോക്കണം. വാവ് കഴിവ്. ഇതാണ് കലാകാരി. ഇപ്പെന്താ അതെന്തിനാ ഇതില് കർമ്മ എഴുതിന്? ഫുഡിന്റെ അവിടെ കർമ്മ അറിയില്ല. കർമ്മയ്ക്കറിയാം. ഫുഡും കർമ്മ ഇപ്പൊ എന്താ ബന്ധം? ആ കർമ്മല്ല, ഈ കർമ്മ. പൊന്നാനി റൂട്ടിലുള്ള കർമ്മ. കടയാണോ? കടല്ല, ഒരു സ്ഥലമാണ്. വേണ്ട ഇല്ല, കാണിച്ചിട്ടില്ല. ഓക്കെ, ഇതൊന്നും ഫുൾ ആയിട്ടില്ല. റേസ് കാണാൻ ആഗ്രഹമുള്ളവർ കമന്റ് ബിലോ. ഞങ്ങൾക്ക് ഫോട്ടോ ഇല്ല. റേസ് ഭയങ്കര ഷൈ ആണ്. റേസിന്റെ മെയിൻ സാധനം ഇതില്ലാത്തൊരു ഫോട്ടോ ഇല്ല. ഇങ്ങനെ മുഖം ഇങ്ങനെ. അതെ, എസ്തെറ്റിക് എന്നാണ് അവള് പറയണേ. ഞാനൊക്കെ കണ്ടോ പിച്ച കോലം കണ്ടോ? ഞാൻ സത്യസന്ധമായിട്ടുള്ള സാധനങ്ങളെ വ്യൂവേഴ്സ് നിങ്ങൾക്ക് കാണിച്ചു തരുള്ളൂ. കണ്ടോ? അതെ, ശ്രീഷ്മ കണ്ടില്ലേ? ഞങ്ങളൊക്കെ മേക്കപ്പ് ഒന്നും ഇല്ലാണ്ട് പിച്ച കോലത്തിൽ ഹോസ്റ്റൽ. ഇതാണ് റിയൽ ജീവിതം അല്ലേ? ഹോസ്റ്റൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയായിരിക്കും. നമ്മളെല്ലാരും ഫസ്റ്റ് ദിവസം വരുമ്പോഴൊക്കെ ഭയങ്കര അണിഞ്ഞൊരുങ്ങി ഇങ്ങനെയൊക്കെ ആയിരിക്കും. പിന്നെ ആർക്ക്
നമുക്കൊക്കെ നിങ്ങക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ കാണാൻ? ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എല്ലാവരും അൺസബ്സ്ക്രൈബ് ഇല്ല, ചെയ്യരുത് എല്ലാവരും ചെയ്തു. പ്ലീസ് ചെയ്യരുത്. ഞാനിങ്ങനെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താലേ എനിക്കൊരു മോട്ടിവേഷൻ വീഡിയോ ഇടാൻ. സത്യം പറയാലോ, കാരണം പുതിയ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഇങ്ങനെ വരുമ്പോൾ എനിക്കിങ്ങനെ ഒരു ത്വര വരും, ഓക്കെ ഇനി നമുക്ക് ഇടാലോ എന്നൊക്കെ. അപ്പൊ എന്തായാലും നിങ്ങൾ എന്റെ കൂടുതൽ വീഡിയോസ് ഒക്കെ കാണുന്നുണ്ടെങ്കിൽ നമ്മള് ഫേസ് പാക്ക് ഇടാൻ പോവാണ്. എവിടുന്ന്? ഞങ്ങൾ ഉണ്ടാക്കാൻ പോകാൻ. ഓക്കെ, എന്നാ നമുക്ക് ഇനി അതൊക്കെ ഇടാം. അതൊക്കെയാണ് ഇന്നത്തെ. വെളുത്ത് പാറും. അതെ, ഇവിടെ നല്ല വെയില്. നല്ല വെയിൽ എന്ന് പറഞ്ഞാലും പറയാം, എന്താ ബ്രൈറ്റ്നസ് എന്തോ പോലെ ആണ്. ആ, നല്ല വെയിൽ എന്ന് പറഞ്ഞാൽ കണ്ണൊക്കെ കറുത്ത് കരുവാളിച്ച് ഇവിടൊക്കെ ഭയങ്കര ടാൻ അടിച്ചിട്ടേ സൂര്യന്റെ പ്രശ്നം ഭയങ്കര പ്രശ്നം. ഇവിടെ വെളുത്തിട്ടോ. അതെ അതെ, റേസ് മുഖം മൂടി. ഫാൻസാണ് ഇനിയിപ്പോ റേസിന്റെ ഫാൻസിന് റേസിനെ കാണാനായിട്ടായിരിക്കും. താഴെ ഇങ്ങനെ പറയും, ശ്രീതിക കാണിക്കൂ, റേസിനെ കാണിക്കൂ. ഇല്ല. ഗൈസ് കാണാൻ മാത്രല്ല, അതാണ് അവള് മുഖം മൂടി. അതെ അതെ. വേറെന്താ, ഹോസ്റ്റലിൽ ഇതൊക്കെയാണ്. ഞങ്ങള് കത്തിയടിക്കുക, തിന്ന, കടക്കുക. ഇനിയിപ്പൊ എന്താ പിന്നെ പറയാൻ പറ്റില്ല എന്താ. ഓക്കെ ബൈ. ടൂർ ചെയ്യണം. റൂം ടൂറോ? റൂം വൃത്തിയാക്കണം. ബാത്റൂം ടൂറും ചെയ്യാം. പക്ഷെ അത് അത്യാവശ്യമാണ്. അതെന്താന്നറിയോ, ഇവിടെ ഈ ഹോസ്റ്റലിലേക്ക് വരുന്ന കുട്ടികൾക്ക് അത് അല്ലേ ഉപകാരം. പക്ഷെ അവിടെ ആരും ഉണ്ടാവരുത്. അതെ, ഇവിടെ ക്ലീൻ ആണ്. ഞാൻ പറയാലോ, പറയാൻ പറ്റില്ല. അതൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. ഭയങ്കര ക്ലീൻ ആണ്. ഇപ്പൊ അടുക്കളയൊക്കെ നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ നോക്കുമ്പോ ഫുൾ അടിച്ച് വൃത്തിയാക്കി അങ്ങനെയൊക്കെ ഉണ്ട്. ഹൈജീനാണ്. എന്നും ചേച്ചിമാരെ അടിച്ച് തുടച്ച് വരാനത് തുടച്ചിടും. അത് നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഇതിങ്ങനെ ഡ്രസ് കളക്ഷൻ വ്ലോഗ് എടുക്കാം. അതെ അതെ അല്ലേ? ആ, എല്ലാവരുടെയും കൂടി ഇറക്കാം. എന്റെ ഒറ്റയ്ക്ക് ഇറക്കാൻ മാത്രമല്ല. ഡ്രസ്സൊക്കെ കാണിച്ചു തരാം. ഓക്കെ, അത് ഇന്നത്തെ ദിവസം നമുക്ക് ഇങ്ങനെ ഓടിക്കാം വെറുതെ. എന്നിട്ട് ശ്രീഷ്മേന്റെ ഒക്കെ ലിങ്ക് തരും. ശ്രീഷ്മേന്റെ കുറെ ടോപ്സ് ഉണ്ട് ഗൈസ്, കുറെ ചുരിദാർ ബേട്ടിയാണ് അത്. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവളോട് ചോദിച്ചാൽ മതി, ഇവിടെ ചോദിച്ചാൽ മതി കമന്റില്. അവളെ അതിന്റെ ലിങ്ക് ഇടുന്നതായിരിക്കും. തരില്ല ഞാൻ. എനിക്ക് മാത്രം തരൂ. സെൽഫിഷ്, എന്ത് സെൽഫിഷ്? അത് ആരാണെന്ന് എല്ലാവർക്കും അറിയാം. ബൈ ഗായ്സ്. ഇതൊക്കെ റേസയുടെ കുഞ്ഞു മക്കളാണ്. ചെടികൾ, ഇതൊക്കെ എന്ത് ചെടിയാ റേസേ? എന്താ അതൊന്നും അറിയില്ല. അവളെ എല്ലാത്തിനും ഇവിടെ വെള്ളം കൊടുത്ത് കാത്തു സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. കണ്ട, ഇതാണ് ശരിക്കുള്ള സ്കിൻ. അരിപ്പൊടി, റൈസ് പൗഡർ, നിങ്ങൾ എന്തൊക്കെ അച്ചറയക്കണ്? മെല്ലെ പറ. എല്ലാവർക്കും മനസ്സിലായി. അത് വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇതിലാണ് നമ്മൾ കലക്കണത്. എന്തില്? ഡവറയില്. നമുക്ക് എല്ലാവർക്കും മെഷർമെന്റ് കപ്പ് ഉണ്ട്. നിക്ക്. ഓക്കെ ഗൈസ്, അപ്പൊ നമുക്ക് ഇവിടെ ഉള്ളവരൊക്കെ ഇൻസെക്യൂർ ആണ് ഗൈസ്. ഞാൻ ശ്രീഷ്മ മാത്രം ട്രൂവസ്റ്റ് ആൻഡ് പ്യുവറസ്റ്റ് ഫോം അലീഷി. ഇവരെ ബാക്കിയുള്ളവരൊക്കെ കണ്ടിട്ടില്ല ഞങ്ങള് പോലും. ഓക്കെ ഗൈസ്, അപ്പൊ നമുക്ക് പാക്ക് ഉണ്ടാക്കാം. നമ്മളൊരു കുറച്ചുകൂടി അവിടെ കൊണ്ടുവയ്ക്കും. അല്ല, വെള്ളം എങ്ങനെ എടുക്കും? വേറെ വെള്ളം എടുക്കാം. എന്റെ കൈക്കൊക്കെ വേണം, കൈയൊക്കെ ടാനേ. എന്താ ഇവിടെ നടക്കണേ? അത്ര തകയോ അരിപ്പൊടി. ഇതിപ്പോ വേറെ സ്റ്റാപ്പർ അല്ലേ? സോ വാട്ട്? ഞാൻ ചോദിച്ചതാ. സെൽഫിഷ് ശ്രീതിക. I am not selfish. I was just asking the question of the India of the country. She's OCD. No. OCD ഒന്നും ഇങ്ങനെയല്ല ഗായ്സ്. നമ്മള് ഈ വെള്ളം എന്തെങ്കിലും കാട്ടേ. ഇവളെന്താ അറിയോ, ഇവളുടെ ചെടി കാണിക്കാനാണ് ഈ വ്ളോഗ്. അതെ. അതിന് ജീവനില്ല, കൊണ്ടുപോ. ജീവൻ ഉണ്ട് അതിന്. ഗായ്സ്, നമ്മൾ ഈ വെള്ളം വെച്ചിട്ടാണ് ഫേസ് പാക്ക് ഉണ്ടാക്കുന്നത്. ചെടിയുടെ വെള്ളമല്ല. ആ, വീണ് ചെടിക്ക് എന്തേലും പറ്റിയ ഞാൻ ഒന്ന് പറയട്ടെ, അവര് കേൾക്കണോ ഞാൻ പറയണത്? ഇവിടുത്തെ വെള്ളം ക്ലോറിനാണ്, അതുകൊണ്ട് നമ്മൾ ഇത് ഉപയോഗിക്കണം. ഇത് പ്യുവർ, ഇത് കുടിക്കണം വെള്ളം. കുടിക്കുന്ന വെള്ളത്തിന് എന്ത് പറയും? ചുക്കുവെള്ളം. ഇവിടെ ചൂടുവെള്ളം കിട്ടും, പിന്നെ ഫിൽറ്ററില് ഹോട്ട് ആൻഡ് കോൾഡ് വാട്ടറും നോർമൽ വാട്ടറും ഒക്കെ കിട്ടും. ഇവിടെ എല്ലാ തരം വെള്ളം. കുറെ ഫാൻസ് ഉണ്ട്. കണ്ടോ, എന്റെ പാട് നേരെ കാണുന്നുണ്ട്. നമ്മള് ഒരു കപ്പ് കുറച്ചുകൂടി മേലെ പറയും. കുക്കറി ഷോയാ ഞാൻ പറയാം. അല്ല, ശ്രീഷ്മ പറയൂ. ഇത് പൊട്ടിക്കട്ടെ. ഒരു ഡവറ എടുക്കുക. ഡവറ എടുത്തിട്ട് കുറച്ച് അരിപ്പൊടി ഇടുക. ഇത് ഹോസ്റ്റലിലുള്ള പിള്ളേർക്കുള്ള ഒരു ഫേസ് പാക്ക്. ഓക്കെ, ഇത്രയും മതിയാവും. നല്ല മണം. കാപ്പി കുടിച്ചാലോ? അരിപ്പൊടിയും കാപ്പിയും കുടിച്ചാൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അല്ല, എനിക്ക് ചൂടുവെള്ളം വേണ്ട.
അതൊന്നും വീഴ്ത്തല്ലേ കുട്ടി. ഇത് ഞങ്ങളുടെ റൂമല്ല, റേസിന്റെ റൂമാണ്. റേസ, വേറെ അത് കഴിഞ്ഞിട്ടില്ല. വിശാഖയാണ് ഈ റൂമില്. ഈ പെയിന്റ് ഇഷ്ടപ്പെട്ടവർ കമന്റ് ചെയ്ത്. ഡോണറ്റ് സൂപ്പർ അല്ലേ? എനിക്ക് ഇങ്ങനത്തെ കുഞ്ഞു സാധനങ്ങളൊക്കെ ഇഷ്ടാ. നമ്മളിപ്പോ ഇതിങ്ങനെ ഇതിന്റെ മുഖം കാണണ്ട, എന്റെ ബ്ലോഗാണ്. നിങ്ങൾ എന്തിന്റെ ബ്ലോഗ് കൈയിട്ട് കളിക്കാലോ. കൈയിട്ട് കളിക്കരുത്. ആ എന്താ മുഖത്ത് വെക്കുമ്പോ കൈയാലല്ലേ കയ്യില് ആ സ്കെയിലൊന്നും എടുക്കല്ലേ. സ്കെയിലൊക്കെ താഴെ വീണതല്ലേ, അതൊക്കെ ഇട്ട് ഇളക്കണേ. ഞാൻ കൈ കൊണ്ട് കളിക്കാൻ, എന്റെ കൈ വൃത്തിയില്ല. കൈ വെക്കിട്ട് എല്ലാരും. ഞാൻ ഇളക്കിക്കോളാം. എന്റെ മുഖത്തേക്ക് ഞാൻ ഇറക്കിക്കോളാം. ഇതെന്താ സ്പൂൺ ഉണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും മുഖത്തിന് പറ്റിയാൽ ഇവിടെ വന്ന് ഒന്നും പറയരുത്. ഞങ്ങളുടെ ഫസ്റ്റ് പരീക്ഷണമാണ് അല്ലേ? അതെ അതെ, ഫസ്റ്റ് അല്ല സെക്കൻഡ്. എന്റെ ഫസ്റ്റാ. ഗൈസ് എങ്ങനെ പോണ്? മോൻ കഴുകാൻ പോണ്. തണുത്ത വെള്ളം വെച്ച് മോൻ കഴുകാൻ പോവാണ്. ഇതെന്താ? അർച്ചന സേ ഹായ്. അർച്ചന ബ്രഷ് ചെയ്യുന്നുള്ളൂ. എന്താണ് സമയത്ത് ഗൈസ് അർച്ചനെ കാണിച്ചാൽ ഞങ്ങള്. അർച്ചന ഫാൻസ് കമന്റ് ബിലോ. മഞ്ഞയുണ്ട് ഗൈസ്. നാണോ? ഗൈസ് ഇത് മഞ്ഞ, ഇത് അർച്ചന. നാണുണ്ടോ 10 മണിക്ക് നീറ്റ് പല്ല് വയ്ക്കാൻ? ഈ കുട്ടികളൊക്കെ ഭയങ്കര മോശമാണ് ഗൈസ്. ഇവരൊന്നും ടൈമിങ്ങിനൊന്നും ചെയ്യില്ല. അല്ല ഗൈസ്, നമ്മള് ചോറ് വയ്ക്കാൻ പോകുമ്പോഴാണ് ഇവര് പല്ലിക്കുന്നത്. ആ ശരിയല്ലേ. അല്ല ഞങ്ങള് തണുത്ത വെള്ളം എടുക്കാൻ പോയി. എന്റെ കയ്യേ ഉള്ളൂ ഗൈസ്. ഇവിടെ OCD ആണ്, അതാണ് ഇങ്ങനെയൊക്കെ. ക്ലോസപ്പിൽ ഞാൻ എന്റെ അച്ഛനെ കൊണ്ടൊന്ന് ഇടിപ്പിക്കാം. എന്റെ കുട്ടിനെ ഈ വക തോന്നിയ അവസ്ഥ കൂട്ടല്ലേ എന്നൊക്കെ. ഗായ്സ് ഇനി നേരെ നമുക്ക് ഇല്ല പിന്നെ ഇപ്പം കിടാം. ഫുഡില്ലേ? ഫുഡ് കഴിച്ചില്ല. ടൈം കഴിഞ്ഞല്ലോ. പിന്നെ എന്തേലും പറ ഗായ്സ്. ഇവിടെ ശരിയല്ല. വെള്ളം എടുക്കാൻ പോവാണ്, വെള്ളം കോരാൻ പോവാണ്. കാരണം കുളിക്കാൻ മോളിക്കൊണ്ട്. ഗൈസ് ഇവിടെ അടുത്ത് എവിടെ ഇവിടെ വന്നില്ല. അടുത്ത് എവിടെയെങ്കിലും കാണാൻ പറ്റിയ സ്ഥലം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന്. അതെ, ഞങ്ങളുടെ സ്ഥലം അറിയാലോ. കോലഞ്ചേരി കടയിരിപ്പ് ശ്രീനാരായണ ഗുരുകുലം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ. പെട്ടെന്ന് പോകണം, നാളെ പോകണം. ഗൈസ് ഇതാണ് മെസ്സ്. ഇതാരോ നോക്കണം. അമ്മയമ്മ കണ്ടേക്ക് ഹായ് പറയോ. വ്ളോഗാ. ഹായ് പറ. ഇതാണ് ഗൈസ് ഞങ്ങളുടെ മിസ്. ഇതാണ് ചേച്ചിമാർ. തീർക്കരുത്. മഞ്ഞൾ മറ്റും സന്ദരവും ഒത്തുചേരും സന്തൂരും. എനിക്കിത് എവിടുന്നോ കിട്ടി. ഞാൻ അങ്ങനെ ചെയ്യാറില്ല. മെയിനെ ഞാൻ ചെയ്യില്ല. ഞാൻ തേക്കില്ല, എനിക്ക് പേടിയാ. നിങ്ങൾ തേച്ചിട്ട് ഇത് ശരിയായ. എൻ്റെ ഫോൺ കവർ കണ്ടോ ഗായ്സ്, ഞാൻ വേറെ ഒന്ന് വാങ്ങിച്ചതായിരുന്നു. പക്ഷെ അത് ഭയങ്കര പൊട്ട സാധനമായി പോയി. സോ ഞാൻ ഉദ്ദേശിച്ച സാധനം പോലെ ആയില്ല. എനിക്കത് റിട്ടേൺ കൊടുക്കാനും പറ്റിയില്ല. അപ്പൊ ഞാൻ ഖേദിക്കുന്നു. മഞ്ഞളല്ല. നിങ്ങക്ക് ബോറടിക്കണ്ടെങ്കിൽ നിങ്ങൾ വേണേ 2 സ്കിപ്പ് ചെയ്തോ. എല്ലാരും കൈ പ്രശ്നത്തിലാണ്. സോ നിങ്ങൾക്ക് തിളക്കമുള്ള ചർമ്മം വേണോ? ഞങ്ങള് അങ്ങനൊന്നും പറയല്ല. നിങ്ങക്ക് ടാൻ കളയണമെങ്കിൽ പറ്റും. നിങ്ങള് വേറെ രീതിയിലൊന്നും കാണേ. ദൈവമേ പേടിയുണ്ട്.
സ്പോർട്സ്മാൻ സ്പിരിറ്റ്. എന്റെ മുഖാണ് അല്ലേലേ പ്രശ്നങ്ങളാ. പ്രശ്നമില്ല, തേച്ചോക്ക്. 100% വേണ്ട, ഞാൻ നാളെ തേക്കുള്ളൂ. ഇവരെന്തായി നടന്നിട്ട്. ഇല്ല തേക്ക്. ഇല്ല, പേടിയും. പറ്റില്ലട്ടാ. കണ്ടോ ഗൈസ്, ഒരു ഗ്ലോ ഒക്കെ വന്നിട്ടുണ്ട്. ഇതെന്ത് അങ്ങനെ കാണിക്കണം സ്കിന്നെ കണ്ട. ആ നോക്കട്ടെ, ഇങ്ങോട്ട് തിരി. അശ്വതിനെ പരിചയപ്പെടുത്ത. അശ്വതിയെ എവിടെ? ഈ പരിചയപ്പെടുത്തിയിട്ടില്ല. ഞാൻ പരിചയപ്പെടുത്തി. എന്റെ പേര് അശ്വതിയാണ്. ഞാൻ അപ്പുറത്തെ റൂമിൽ തന്നെ ഉണ്ട്. 203 ഓക്കെ. പിന്നെ വീട് മലപ്പുറത്താണ്. അതെ, ശ്രീതികയുടെ ഫ്രണ്ടാണ്. എന്താടി ഇങ്ങനെയൊക്കെ പറയണേ? ഓള് മുഖത്ത് ഇപ്പൊ തേച്ചപ്പോ ഞങ്ങളെ ആരെയും വിളിച്ചില്ല. ഞാൻ തേച്ചിട്ടില്ല. ഞങ്ങൾ എക്സ്പെരിമെന്റ് ചെയ്തിട്ടുള്ള കുട്ടി. ഞാൻ തേച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. ഓള് മാത്രം ഇവിടെ വെളുത്തിട്ട് പറ, ഞങ്ങള് സമ്മതിക്കൂല. ഞങ്ങളിവിടെ വെളുത്തിട്ട് പറ. ഹലോ ഗായ്സ്, ഞങ്ങൾ അങ്ങനെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഉച്ചത്തെ ചോറും സാമ്പാർ റൈസ് അവളെ മുഖം കാണിക്കണ പറഞ്ഞ് കിടക്കുന്നതാണിത്. പുതപ്പില് പൊതിഞ്ഞ് ചെയ്യാ. അപ്പൊ ഞാൻ പറഞ്ഞെന്താ, നമ്മളെന്താ കഴിച്ചേ? ചോറ്, സാമ്പാറ്, ചമ്മന്തി, അച്ചാറ്, പിന്നെ വെള്ളപ്പയറും കായ ഉപ്പേരി. ഓക്കെ, ഞങ്ങളൊക്കെ കഴിച്ചു. ഇനി ഞങ്ങള് വാഴ കാണാൻ പോവാണ്. ഞങ്ങൾ എല്ലാരും കൂടി ലാപ്ടോപ്പില്. ഞാൻ സംസാരിക്കട്ടെ. അപ്പൊ അത്രക്കേ ഉള്ളൂ. നമസ്കാരം. ശരി. ചിപ്സും സിനിമയും സെറ്റാണ് ഗായ്സ്. പറയുമ്പോഴത്തേക്ക് ഇതായി. അലീഷ കർപ്പൂരം വല്ലതും മേടിച്ചു തരും. പഴം പൊരി. ഇത് പഴകിയ ഗായ്സ്, ഇതാണ് ദിയ ആൻഡ് സുബി. അല്ല, പേര് പെട്ടെന്ന് വെച്ചിട്ട് പറഞ്ഞത്. എല്ലാരും ഹായ് പറ. ഇനി വേറെന്ത് വേണം? ക്രിക്കറ്റ് കളി കാണിച്ചെടുക്കും. അതെ, കളി കാണിച്ചെടുക്കും. നമ്മളെ പിള്ളേരെ കളി ഇതൊക്കെ ആരാന്ന് പോലും മനസ്സിലാവണില്ല. ഓക്കെ, ഞങ്ങളുടെ ഹോസ്റ്റലിന്റെ പുറകിലുള്ള പൈനാപ്പിൾ തോട്ടമാണത്. പൈനാപ്പിൾ തോട്ടം, ഇഷ്ടം പോലെ പൈനാപ്പിൾ ഉണ്ട് അല്ലേ? എത്രങ്ങാനും അത് കുറേ ഉണ്ട്. പിങ്ക് സ്കൈ, ഇവിടെ നീല. വാവ്. അയ്യോ, ഇല്ല ഇത് ആകാശം. ഞാൻ അത്രയും രസമല്ല. പിന്നെന്താ, കുളിച്ചിട്ടും പിച്ചക്കോലാണല്ലേ. എന്നെ കാണാൻ രസമില്ല. ഹലോ ഗായ്സ്, അങ്ങനെ ഞങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞ് ടെറസിൽ തുണിയൊക്കെ എടുക്കാൻ വന്നതാണ്. വവ്വാലി ആർട്ടിഫിഷ്യൽ. ഓക്കെ, അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ വിശേഷം. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇനി ഞങ്ങൾക്ക് വാഴ ബാക്കിയും കൂടി കാണാനുണ്ട്. പിന്നെ രാത്രി ഫുഡ് കഴിക്കും. രാത്രി എന്തെങ്കിലും സ്പെഷ്യൽ ചിക്കനൊക്കെ ആയിരിക്കും, നോക്കാം. പിന്നെ ഇതൊക്കെ തന്നെ, കത്തിയടിക്കും. പിന്നെ ഞങ്ങളുടെ ടീച്ചേഴ്സൊക്കെ വ്ളോഗ് കാണുകൊണ്ട് ഞങ്ങൾ കുറച്ച് നേരം പഠിക്കും. പിന്നൊന്നുമില്ല. ചന്ത നോക്കി നിൽക്കാണ്ട് എന്തെങ്കിലും പറ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് അയച്ചു കൊടുക്കുക.